ആരി ഓക്കെ അല്ലേ? ഓക്കേന്ന് ഇത് വന്നപ്പോ തൊട്ട് പറയണല്ലോ. ഒരു പരവേശം തടിപറ. നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണത്? ഞാൻ എന്തിനാ നമ്മൾ ടെൻഷൻ അവളെ പെണ്ണ് കാണാൻ വന്നേക്കല്ലേ നിനക്ക് വേണ്ടിട്ട്, അല്ല തട്ടിക്കൊണ്ടുപോകാനല്ലല്ലോ. അങ്ങനല്ല. വേണ്ടാത്ത സംഭ്രമം ഒന്നും കാണിക്കണ്ട. ഞാൻ ഫസ്റ്റ് എന്ന് പറയണ്ട, ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഒരു വാക്ക് സ്റ്റാർട്ടിങ് വരുമ്പോ പരിചയപ്പെടണം, അവളുടെ കാര്യങ്ങൾ ചോദിക്കണം. നിന്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോ നീ പറയണം. പറയുമല്ലോ. അതിന് വിറക്കൊന്നും വേണ്ട. ഇല്ല, ഞാൻ 10-35 പെണ്ണിനെ കണ്ടല്ല, അപ്പൊ അതിന്റെ ഒരു എടാ കണ്ടതൊക്കെ മുടങ്ങി എന്താണ്? അവിടെ വന്ന് അന്വേഷിക്കുമ്പോ ആളുകൾ അതും ഇതും പറഞ്ഞിട്ടല്ലേ. നല്ലതായിരുന്നു. അതുകൊണ്ടല്ല അമ്മ ഓഫീസിൽ വന്ന് കാണാന്ന് വെച്ചത്. വരണുണ്ട് സെറ്റായി നിന്നു. കാണാത്ത പോലെ എനിക്ക് വരുമ്പോ പെട്ടെന്ന് കണ്ടാ വീഴുന്നുണ്ട്, താങ്ങി പിടിക്കണം. എന്റെ പേര് പാരിജാതൻ. അച്ഛൻ പറഞ്ഞില്ലേ? അച്ഛൻ പറഞ്ഞായിരുന്നു. ഒരു പ്രൊപ്പോസല് പറഞ്ഞായിരുന്നു. അപ്പൊ ഈ ഔദ്യോഗികമായിട്ട് വന്ന് പെണ്ണ് കാണുന്നതിന് മുമ്പ് ഇവിടെ ഓഫീസിൽ വന്നൊന്ന് കണ്ടു പരിചയപ്പെടാന്ന് കരുതിയിട്ട് വന്നാണ്. ഞങ്ങള് ഫ്രണ്ടാണേ. ഇത് ഉണ്ണി. ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. ചോറ് വീട്ടിൽ നിന്ന് കൊണ്ടുവരോ? അല്ല, കമ്പനിയിൽ തന്നെ ചോറുണ്ടാവോ? ഇവിടെ ഉണ്ടാവും. ഇവിടെ ഉണ്ടാവൂല്ലേ? അത് നല്ലതാ. തമാശക്കാരനാണ്, ഞങ്ങള് ഫ്രണ്ടാണേ. ഇല്ല, ലക്ഷ്മിയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛനും അമ്മയും പിന്നെ ഞാനും. ഒരു മോളുള്ളൂ? വീട്ടില് എന്റെ വീട്ടില് അച്ഛൻ, അമ്മ, ഒരു സഹോദരി ഉള്ളത് കല്യാണം കഴിച്ച്. പിന്നെ അച്ഛനൊരു ഫൈനാൻസ് കമ്പനി ഉണ്ട്. അപ്പൊ ഞാൻ അതിന്റെ മേൽനോട്ടമൊക്കെയാണ്. അപ്പൊ അച്ഛനൊരു വലിയ തുക എനിക്ക് ശമ്പളമായിട്ട് വരും. ഞാനമ്മ തൊടാറില്ല. എനിക്ക് ഈ ലക്ഷറി വണ്ടികളുടെയൊക്കെ കച്ചവടം ഉണ്ടേ. വലിയ ഫോറിൻ വണ്ടികൾ നമ്മ വാങ്ങും, വന്ന് സർവീസ് ചെയ്തിട്ട് വിൽക്കും. പിന്നെ നമുക്ക് എവിടെ കറങ്ങണമെന്ന് തോന്നിയാലും ലക്ഷറി വണ്ടിയിൽ കറങ്ങാല്ല. ഇപ്പൊ നമുക്കൊന്ന് ഊട്ടിയിൽ പോകാൻ തോന്നിയാണ്, നമുക്ക് ഒരുമിച്ചൊന്ന് ഊട്ടി പോകാൻ തോന്നിയ ഏറ്റവും വലിയ വണ്ടിയിൽ ഊട്ടി പോയി കറങ്ങി വന്നൊന്ന് സർവീസ് ചെയ്തിട്ട് നമ്മൾ മറിച്ചങ്ങോട്ട് വിൽക്കും. എൻജോയ് ലൈഫ് അല്ലേ? ചോദിച്ചോ? ഇല്ല, ഞങ്ങൾക്ക് ഇഷ്ടമായി. അപ്പൊ ലക്ഷ്മിക്ക് ഇഷ്ടമായില്ലേന്ന് ചോദിക്കായിരുന്നു. പറയണ്ട ഇപ്പൊ പറയണ്ട. ആ വിളിച്ച നമ്പറിൽ വാട്സപ്പില്ലേ, ഞാനതിലൊരു ഹായ് ഇടാം. അപ്പൊ അതില് തുറന്നു പറഞ്ഞാൽ മതി. എന്നാ വർക്ക് നടക്കട്ടെ, പിന്നെ കാണാം. വാട്സപ്പില്. രക്തക്കട്ട പിടിക്കുക, രക്തത്തിലെ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കുറയുക എന്നതാണ് പാർശ്വഫലങ്ങൾ. അത് വായിച്ചല്ലേ അല്ലേ? എന്നിട്ട് ബാക്കി. ആസ്ട്രസെനെക്ക എന്ന വാക്സിൻ വിതരണ കമ്പനി ബ്രിട്ടനിലെ കോടതിക്ക് ഇക്കാര്യം സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. കോവിഡ് വാക്സിൻ എടുത്തവരിൽ ഹാർട്ട് അറ്റാക്ക് മൂലം മരണം സംഭവിച്ചവരുടെ എണ്ണം വളരെ കൂടുതലാണെന്ന് ചില വിദഗ്ധർ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. അതെ, ഇനി ഊട്ടി ബാക്കി വായിരതിന്റെ അത് അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. മണ്ടു, നിന്റെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടല്ലേ മരിച്ചേ? അല്ലേ? അച്ഛൻ വാക്സിൻ എടുത്തിരുന്നോ? പിന്നെ രണ്ടും എടുത്തതാ. പാവം. അറ്റാക്ക് വന്നപ്പോ എന്തായിരുന്നു അതിന്റെ ബുദ്ധിമുട്ട്? പാവം. ഇതുപോലെ രാവിലെ പത്രവും വായിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാ. പെട്ടെന്ന് അച്ഛനെന്തോ ഒരു ദാഹം പോലെ തോന്നി. അമ്മയെ വിളിച്ചു പറഞ്ഞു, എടീ ലേശം വെള്ളം ഇങ്ങോട്ട് എടുക്കുന്നു. അമ്മ പാവം വെള്ളം കൊണ്ട് ചെന്നപ്പോഴേക്കും അച്ഛന്റെ തോളിന്റെ ഇവിടുന്ന് ഇങ്ങനെ വേദന വരുന്നു. അത് പിന്നെ നെഞ്ചിലേക്കായി. പിന്നെ അങ്ങനെ കുഴഞ്ഞു വീഴായിരുന്നു. ആകെ വേർത്ത്. മണ്ടു, എനിക്കത്
കാലത്ത് മുതൽ ഇവിടെ ഒരു വേദന ഇങ്ങനെ ഉള്ള പോലെ തോന്നുന്നുണ്ട്. എവിടെ? ഈ ഭാഗത്തെ എന്തേ? ഇപ്പൊ അത് ഇങ്ങനെ നെഞ്ചിലോട്ട് ഇറങ്ങുന്നു. തോന്നതാവും മന്മതേട്ടാ. ഇല്ല ഇല്ല, ഏ? എനിക്ക് ദാഹിക്കുന്ന കുറച്ച് വെള്ളം വേണം. വെള്ളോ? ആ, എന്ത് മുഖൊക്കെ ഇങ്ങനെ ആയിട്ടിരിക്കണ മോളെ? ഇത് ഇങ്ങോട്ട് വന്നേ. വെള്ളം. ഞാൻ ഇത്തിരി വെള്ളം എടുത്തിട്ട് വരാം. അച്ഛനെ നോക്ക്. അച്ഛാ എന്താ അച്ഛൻ അയ്യോ. അമ്മേ എന്താ അച്ഛനെ പേടിപ്പിക്കില്ല. അമ്മേ വേഗം വായോ. അതെ മന്മതേട്ടൻ കൊഴിഞ്ഞു കിടക്കുകയെന്നാണ് കേട്ടത്. അപ്പൊ നിങ്ങൾ തുടങ്ങിക്കോളി. ഞാൻ തുറക്കാം. ഓ ബാക്കി ഞാൻ പറഞ്ഞോളാം. കാര്യങ്ങൾ മനസ്സിലാവില്ല കൊണ്ടോ? അത്രേ ഉള്ളൂ. നോക്കാൻ പറയാം നമുക്ക്. ഭാര്യ മക്കളുണ്ടെങ്കിലും ഓരോരുത്തരും പറഞ്ഞു. മനുവേട്ടാ, വണ്ടി കാണിച്ചേ. മനുവേട്ടോ, ആ മനുവേട്ടാ, ഇവിടെ ഉണ്ട്. ഇവിടെ കിടക്കണ്. എവിടെ ഭാര്യ മക്കളൊക്കെ പോയി? അതേ, അമ്മയും മോളും കൂടെ ഷോപ്പിങ്ങിനായിട്ട് പോയി. നിങ്ങൾ ഈ വയ്യാത്ത നിങ്ങളിവിടെ ഒറ്റക്കാക്കിട്ടോ? എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ. എന്താ ശരിക്കും പറ്റിയെന്താ? അതേ, പത്രം വായിച്ചുകൊണ്ട് പുറത്തിരിക്കുവായിരുന്നേ. ഇനി എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഈ കൈ ഇവിടെ ഇങ്ങനെ ഒരു തരിപ്പ് ഇങ്ങനെ വന്നു. സംഭവം പിന്നെ ചെറിയൊരു നെഞ്ചുവേദന എന്നില്ല, പക്ഷെ ഒരു തലച്ചുറ്റ് പോലെ വന്നു. അപ്പൊ ശരി, വെള്ളം താഴ്ച്ചു. ഒന്നും പറയണ്ട. പക്ഷെ അത് വരുന്നില്ല, പ്രഷർ ഷൂട്ട് ചെയ്തതാ. ആര് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു. ഡോക്ടർമാർ നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയാ. ഈ പറഞ്ഞു ഇത് എന്തിന്റെ അറിയാം നിങ്ങക്ക്? വാക്സിൻ എടുത്തില്ലേ, കോവിഡ് വാക്സിൻ. എടുത്ത എല്ലാവർക്കും ഇത് തന്നെ. ആദ്യം ഈ കൈന്റെ മുകളിൽ കൂടെ ഒരു തരിപ്പ്, പിന്നെ പരടി വേദന, പിന്നെ തലകറങ്ങല്, പിന്നെ ഒരു നെഞ്ഞുവേന പോക്കാണ്. ഇങ്ങോട്ട് തീരുമ്പില്ല. ഇല്ല, ഇതിപ്പോ ഡോക്ടർ അങ്ങനെ പേടിക്കാനൊന്നുമില്ല. ഒരു 2 ദിവസം ഒന്ന് rest അവരങ്ങനെയാണ് പറയാ. എന്താ കാര്യം എന്നറിയോ? ഇതൊക്കെ പരുത്തി കൊണ്ടുവന്ന അവരെന്നെയാണ്. വാക്സിൻ എടുത്തോളി എന്ന് പറഞ്ഞിട്ട് എന്തായി? വാക്സിൻ എടുത്ത ആൾക്കാർ നിക്കണില്ല, അപ്പൊ ഒക്കെ പോവുകയാണ്. ഇതൊക്കെ സാമ്രാജ്യത്വ ശക്തികളുടെ ഒരു കളിയാണ് മന്മതേട്ടാ. നിങ്ങൾ വാക്സിൻ എടുത്തിട്ടില്ലേ? എന്തായി പറഞ്ഞത്? നമുക്ക് അന്നേ അറിയാലോ ഇത് എടുക്കാൻ പാടില്ലാന്ന്. അതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ പയറ് പോലെ നടക്കണം. ഒരു തുമ്മല് പോലും ഇക്യൂസ് ചെയ്തിട്ടില്ല. ഞങ്ങൾക്കില്ല. ഞങ്ങളോട് അന്നേ പറഞ്ഞു എല്ലാവരും എടുക്കില്ലെങ്കിൽ ആകെ പ്രശ്നമാണ്, പോലീസ് പിടിക്കുന്ന വരെ പറഞ്ഞു ഞങ്ങളോട്. ഈ സീസണായിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാരോടും പറഞ്ഞു ഇത് എടുക്കരുത്. ആരും കേട്ടില്ല. ഒരാൾ കേട്ടില്ലേ മന്മതേട്ടാ? ഇപ്പൊ നിങ്ങളുടെ കാര്യം നോക്ക്. നിങ്ങൾ എനിക്കറിയാലോ, നല്ല 11 മണി വരെ നടന്ന ആളല്ലേ നിങ്ങൾ. ഇപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ശ്വാസം വലിച്ചു നോക്ക്, കിട്ടില്ല നിങ്ങൾക്ക്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ല. പറഞ്ഞ് അതുണ്ട്, നിങ്ങൾക്ക് അത് അറിയാണ്ടാണ്. നിങ്ങൾ വേറൊരു കാര്യം കേക്കി. അമേരിക്കയിൽ വാക്സിൻ എടുത്ത 300 എത്ര ആളാണ്? 350 ആള് മരിച്ചു. ലണ്ടനില് 275 ആള് ഒക്കെ മരിക്കാണ്. നിങ്ങളോട് ആരാ പറഞ്ഞത്? എന്താ പറഞ്ഞോണ്ട് നടക്കുന്ന കാര്യം എന്താണ്? ഇത് എല്ലാവർക്കും അറിയണ കഥയാണ്. വാർത്തകളുള്ളതല്ലേ, എല്ലാ വാർത്തകളുള്ള കേൾക്കാണ്ടാണ്. ആ ഒരു കാര്യം പറയട്ടെ, ഇനിയിപ്പോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. സംഭവിച്ചു നിങ്ങൾ എടുത്തു ആയിക്കോട്ടെ. കുട്ടറ കല്യാണം എന്താ നടക്കണ്ടെന്ന് പറഞ്ഞു. അതെ, നമ്മുടെ റിട്ടയർഡ് പോസ്റ്റ്മാൻ സുഗതനുണ്ടല്ലോ, സുഗതന്റെ മോൻ ഒരു പ്രപ്പോസല്. ആ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കുട്ടിക്ക് വാക്സിൻ എടുത്തിട്ടുണ്ടോ നിങ്ങളുടെ മോൾക്ക്? ആ ചെക്കനും വാക്സിൻ എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എടുത്തിട്ടുണ്ട്. ആ ഒരു കാര്യം പറയാൻ മന്നതായിട്ടാ നിങ്ങളോട്. വേറൊന്നും ധരിക്കണ്ട. നിങ്ങള് ഈ വാക്സിൻ എടുത്ത ആൾക്കാർക്ക് വലിയ കാര്യമായിട്ടുള്ള ആയുസൊന്നുമില്ല എന്നാണ് പറയണത്. അല്ല, പറയണതാണ് നമുക്കറിയില്ല. ഇപ്പൊ രണ്ടുപേരും അങ്ങനത്തെ ആളെ ആയതുകൊണ്ട് കല്യാണം കഴിച്ചിട്ട് അതിലൊരു കുട്ടിയെ കണ്ടായാൽ 2 എണ്ണം തട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി അനാഥയോ നിങ്ങൾ കൊടുക്കും. ഒന്ന് ആലോചിച്ചിട്ടും കണ്ടിട്ടൊക്കെ നിങ്ങൾ തീരുമാനം എടുത്തു. ആ പറഞ്ഞാണ്, ആലോചന കണ്ട് ചെയ്യും. അല്ല, നിങ്ങൾ ആദ്യം വേണ്ടത് ഓന്റെ കാര്യത്തിൽ ഞമ്മക്ക് ഉറപ്പില്ല. ഈ പാരിജാതൻ വാക്സിൻ എടുത്ത ആളാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത് എല്ലാം കൊണ്ട് മുങ്ങിക്കാളിക്കണം. അതുങ്ങളെ മോക്ക് നന്നാവും അല്ലേ? ബുദ്ധി പോലെ ചെയ്യാ, അത്രേ ഉള്ളൂ. പിന്നെ ഇത് വാക്സിൻ എടുക്കാത്ത ഇഷ്ടം പോലെ ചെറുപ്പക്കാരുണ്ടല്ലോ. ഇവരൊക്കെ നമ്മളെ കൈമേലിട്ട് സീതലയുടെ കേരളത്തിന്റെ ഇഷ്ടം പോലെ നിങ്ങൾ പറഞ്ഞാൽ മതി. ആലോചിച്ചും കണ്ട് ചെയ്യും കേട്ടോ. ഞാൻ പറഞ്ഞാണ്. അപ്പൊ നിങ്ങളുടെ സ്ഥിതി തന്നെ നമുക്കറിയാലോ. ദൈവം കാക്കട്ടെ, ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ നിങ്ങൾക്ക്. എന്നാലും പല ആൾക്കാരുടെ സ്ഥിതി അതാണ്. കിടപ്പ് കണ്ടിട്ടാണ് സഹിക്കണില്ല. എങ്ങനെയൊന്നും കിടന്നാ ഞങ്ങളെ നടന്ന ആളാണ്. എന്താ കിടപ്പ് നോക്കി? അല്ല, അവര് പെണ്ണുങ്ങളും കുട്ടികളും വരുന്നവരെ നമ്മളിവിടെ കുത്തിരിക്കണോ? വേണ്ട, സഹായത്തിരിക്കണോ? ഒന്നാമത്തെ ഉപരി ഈ സമയത്തൊക്കെ ഇങ്ങനെ ഇട്ട് അങ്ങനെ പോയി. പണിക്കാരനുണ്ട് അവിടെ പുറത്ത്. അല്ല, ഉറക്കം വിളിച്ചാൽ കേൾക്കണം നിൽക്കാൻ പറയും. മതിയായി, പെട്ടെന്നാണ് കാര്യങ്ങൾ നടക്കുന്നത്. അല്ല, ഇനിയിപ്പോ വരേണ്ടത് വന്നു. ഇനിയിപ്പോ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല മന്മതേട്ടാ. ഞങ്ങൾ പറയാള് പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾ പേടിക്കട്ടോ കേട്ടോളി. നിങ്ങളെ നോക്കി
പേടിക്കൊന്നും വേണ്ട. ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ അടിക്ക് വരുന്നുണ്ട് ഞങ്ങള് കേട്ടോ. വിശ്രമിച്ചോളി കേട്ടോ. ഫോൺ എടുത്തണ്ട നീ? ഇല്ല, ഒരു ഫോട്ടോ എടുക്കാറുമല്ലോ. ഇനിയിപ്പോ കാണാൻ പറ്റുമല്ലോ അറിയില്ല. ഞങ്ങൾ പോയിട്ട് വരാം, പിന്നെ വരാം കേട്ടോ. ഞങ്ങൾ ആ സോമേട്ടൻ്റെ അടുത്തേക്ക് ഒന്ന് പോവുക. സോമേട്ടൻ എന്ത് പറ്റി? സോമേട്ടൻ വീണ് കിടക്കല്ലേ, തെന്നി വീണല്ലേ? തെന്നി വീണ് എന്ന് പറഞ്ഞാൽ ഈ വാക്സിന്റെ ആ ഒരു ഇതില് തളർച്ച വന്നിട്ട് തെന്നി വീണാണ്. മൂപ്പരും പോയിട്ടൊന്ന് സമാധാനിച്ചിട്ട് വരാം കേട്ടോ നീ. ശരി എന്നാല് നിങ്ങൾ കിടക്കി. കിടന്നോളി, നിങ്ങൾ കിടന്നോളി, പേടിക്കൊന്നും വേണ്ട. വീട്ടുകാരോട് എപ്പോഴും അടുത്ത് നിൽക്കാൻ പറയും. പോവാ, അവിടെയും പോവാ. നടക്കി നടക്കി. ശീതളം പറഞ്ഞത് ശരിയാണല്ലോ, എനിക്ക് ശ്വാസം വലിക്കാൻ പറ്റണ്ടല്ലോ. ശരിയേ, എന്താ വെച്ചാ ആ മന്മഥനെ ആശുപത്രി കൊണ്ടുപോയെന്ന് ഉനക്ക് പോയോക്കാർന്നില്ലടാ? അത് കുഴപ്പമൊന്നുമില്ല അച്ഛാ. ഞാൻ ലക്ഷ്മിനെ വിളിച്ചിരുന്നു. ആ, അപ്പൊ ഡോക്ടറെ കണ്ടിട്ട് അപ്പൊ തന്നെ പോയി. കിടക്കണ്ട, മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതല്ലേ? ആ, അങ്ങനെയാണെങ്കിലേ അധികം വൈകാതെ തന്നെ ഒരു മുഹൂർത്തം നിശ്ചയിച്ചിട്ടാണ് കല്യാണം നടത്താൻ നോക്കി. പെട്ടെന്ന് ആയിക്കോട്ടെ, വയസ്സ് കൂടി വരണേണ് എനിക്ക്. പട്ടി ആത്മാർത്ഥ സുഹൃത്തിനെ വാങ്ങിച്ച് മതിയായിട്ടാണ് നിനക്ക്. എടാ, ഞാൻ എത്ര ഇഷ്ടപ്പെട്ട പെണ്ണ് കണ്ട പെണ്ണിനെ നീ തട്ടിയെടുത്തില്ലടാ മോനെ. പട്ടി ചേട്ട നോയി ഇറക്കിയത് വേണം. എടാ, എത്ര പൈസ 1000 റുപ്യ 500 റുപ്യൊക്കെ മറിഞ്ഞ് പറയുമ്പോ ഞാൻ മേടിച്ച് തന്നില്ലടാ നിനക്ക്. ഇനി ഒരിക്കലും ഞാൻ ഒറ്റയ്ക്കേ പെണ്ണ് കാണാൻ പോലും. ഉറപ്പ്. ഒരാളും എനിക്ക് വേണ്ട. സുഹൃത്തും വേണ്ട, അച്ഛനും വേണ്ട, അമ്മാവനോട് കുങ്കും വേണ്ട എനക്ക്. പക്ഷെ ഇതാ എന്റെ കല്യാണത്തിൽ നീ വരണം. എന്റെ ഒരു പെട്ടി ചോറ് തിന്ന് നിനക്ക് കാണണം. കരഞ്ഞു കരങ്ങി ഇങ്ങോട്ടും കൂടെ കരഞ്ഞു കരങ്ങ കണ്ണുക്ക് കാണണം അതിന്റെ. അത് കണ്ടിട്ട് ഞാൻ മരിക്കും. ഞാൻ മരിക്കൂല, നീ മരിക്കൂ. പാർട്ടി തുഷ്ട, എന്നോടിത് വേണ്ട. നോക്കണ ഇങ്ങോട്ട്. ഇവിടെ ഞാൻ ഇടലാണത്. പിന്നെ അങ്ങോട്ട് നോക്കി എന്ത് വേണം പട്ടി. മിണ്ടെന്താ വെച്ചാ പോയിക്കോട്ടെ. അവൻ കാരണമാണ് ഈ കാര്യം ഉണ്ടായത്. അല്ല, ആ പെണ്ണിന് ഇപ്പൊ അവന് ഇഷ്ടമില്ലാത്ത നമ്മളെന്ത് ചെയ്യാനും? മന്മഥനാണല്ലോ. മന്മഥ, ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കുഴപ്പമില്ല സുഹൃത, അത് ചെറുതായിട്ട് പ്രഷർ ഒന്ന് കൂടിയതാ, വേറെ കുഴപ്പമൊന്നുമില്ല. ആ ആ സുഹൃതനെ ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നേ. ഇച്ചിരി ഗൗരവമുള്ളൊരു കാര്യം ഒന്ന് സംസാരിക്കാനാ. അതെ, ഞാനും അതിന് വേണ്ടിട്ടാ. അപ്പൊ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ കല്യാണം അങ്ങോട്ട് നടത്താം. അതിന്റെ ഡേറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. അപ്പോഴപ്പോ വിളി വന്ന്. ഈ പ്യാരുജാതൻ കോവിഡ് വാക്സിൻ എടുത്തിട്ടുണ്ടോ? പിന്നെ എടുത്തിട്ടുണ്ട്. വാക്സിൻ എടുത്തിട്ടില്ലേ കോവിഡിന്റെ? പിന്നെ ബൂസ്റ്റർ കൊടുത്ത് 3 എണ്ണം. 2 എണ്ണം പിന്നെ ബൂസ്റ്റർ കൊടുത്തു. അതിന്റെ മറ്റേ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് വേണമെങ്കിൽ ഞാൻ അയച്ചുതരാം. നമ്മുടെ ലക്ഷ്മി മോളും കോവിഡ് വാക്സിൻ എടുത്തിട്ടുണ്ടേ. നന്നായി. അപ്പൊ അതുകൊണ്ടൊരു ചെറിയ പ്രശ്നമുണ്ട് സുഹൃത. അതായത് ഇപ്പൊ ഈ കോവിഡ് വാക്സിൻ എടുത്ത ആൾക്കാർ പലരും ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ഈ കോവിഡ് വാക്സിൻ എടുത്ത് നമ്മുടെ മക്കള് തമ്മിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഭാവിയിൽ അവർക്കൊരു കുട്ടി ഉണ്ടായി കഴിയുമ്പോ ഈ മക്കൾക്ക് വല്ല ഹാർട്ട് അറ്റാക്ക് വല്ലതും വന്ന് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഈ കുട്ടി അനാഥായി പോകൂലേ? മിഥുനത്തില് മതി. അപ്പൊ അതുകൊണ്ട് ഞാന് കോവിഡ് വാക്സിൻ എടുക്കാത്ത ഒരു ചെക്കനെ നോക്കി എന്റെ മോളെ കല്യാണം കഴിപ്പിക്കാനാ ഇപ്പൊ തീരുമാനിച്ചേക്കണേ. എന്താ മന്മഥ പറയുന്നത്? ശ്രീധരനൊന്നും വേണ്ടെന്ന് പറ. ഒന്നും വേണ്ട. എന്താ പറഞ്ഞു വരുന്നേ? ഒന്നും ചോദിക്കില്ല അച്ഛാ. അതാ അപ്പൊ ഈ കല്യാണം അത് നടക്കില്ല സുഹൃത. ഹലോ ഹലോ, എന്താ വെച്ചാ? ശ്രീധരൻ ചോദിച്ചാ? ഈ കല്യാണം നടക്കില്ല. നീ മറ്റേ ഈ കോവിഡിന്റെ വാക്സിൻ എടുത്തില്ലേ? ആ, അതാ കാരണം. അതെന്താ ഇത്ര വലിയ കുഴപ്പമാണോ?
കോവിഡിന്റെ വാക്സിൻ എടുത്ത ചെറുപ്പക്കാർക്കൊക്കെ മറ്റേ രക്തം കട്ട പിടിക്കുന്നുണ്ടെന്നോ അറ്റാക്ക് വരുന്നുണ്ടെന്നോ അവര് പെട്ടെന്ന് മരിച്ചു പോവാണെന്നൊക്കെ പറയണ ചങ്ങായി. അപ്പൊ ഇപ്പൊ ജാതകമൊന്നും പ്രശ്നമല്ലേ? വാക്സിൻ എടുത്താണോ കുഴപ്പം? അല്ല എല്ലാപ്പ ആ ഉണ്ണിയുടെ പ്രാക്കാണിതേ. അവൻ കണ്ട പെണ്ണല്ലേ, ഈ തട്ടിയെടുത്തല്ലേ. വെറുതെ അല്ല ഈ പഴഞ്ചൊല്ലില് പതിരില്ല പറയണതേ. പൊട്ടനെ ചട്ടം ജയിച്ച ചട്ടനെ ദൈവം ജയിക്കും. നടക്കൂലേ? നടക്കില്ല. മക്കളെ, നിങ്ങൾ ആരെങ്കിലും വാക്സിൻ എടുത്തിന്യോ? രക്ഷപ്പെട്ടു കേട്ടോ. വാക്സിൻ എടുത്തില്ലേ? സന്തോഷായി. വരട്ടെ. ഡേറ്റ് എണ്ണി കുത്തിരുന്നോളി. മക്കളെ, നിങ്ങൾ ആരെങ്കിലും വാക്സിൻ എടുത്തിന്യോ? രക്ഷപ്പെട്ടു കേട്ടോ. വാക്സിൻ എടുത്തില്ലേ? സന്തോഷായി. വരട്ടെ. ഡേറ്റ് എണ്ണി കുത്തിരുന്നോളി. എന്താ ചെയ്യാ? വാക്സിനേഷൻ എടുത്തില്ലേ? എടുത്തിട്ടുണ്ട്. ഡേറ്റ് വരും. അതോ എന്താ ഞാൻ പറഞ്ഞു? ഞാൻ എന്താ നിങ്ങളോടൊക്കെ പറഞ്ഞേന്ന്? വാക്സിനേഷൻ എടുത്തവർക്കൊക്കെ പ്രശ്നമാണ്. ഇതപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞൊക്കെ അവിടെ കിടക്കട്ടെ. വാർത്തകൾ കേൾക്കണ്ടോ നിങ്ങൾ ടിവിയിലും പത്രത്തിലൊക്കെ? വാക്സിനേഷൻ എടുത്തവരുടെ കാര്യങ്ങളൊക്കെ പോക്കാണ്. ഓ മയ്യത്താവുന്നു. ഹൃദയസ്പന്ദനം. എന്റെ അപ്പൂപ്പൻ ഇതിനകത്ത് ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടു. ഒരു വാക്സിനേഷൻ ഒന്നും എടുത്തിട്ടാ. നിലയ്ക്കൊന്ന് കേട്ടോ, ഈ വാക്സിനേഷൻ ഉണ്ടാക്കിയ കമ്പനി തന്നെ പറയുന്നുണ്ട് ഈ വാക്സിനേഷൻ എടുത്ത ആൾക്കാരൊക്കെ മയ്യത്താവുന്നു. മയ്യത്താവുന്ന വെറുതെ പറയല്ല, അത് സർക്കാർ പറഞ്ഞിട്ടല്ലേ ആരോടാ ഈ നമ്മുടെ വായന വെള്ളം വറ്റിക്കാന്നാണ്ട് ഒരു കാര്യമില്ല. ഇനിയിപ്പോ തക്ക മാച്ച് കളി. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നമ്മുടെ സുഗതന്റെ മകല്ലേ പ്യാരി പോയി. പോയാ എടാ പോയിന്ന് പറഞ്ഞാൽ മരിച്ചോയിന്നല്ല, ആശുപത്രി പോയി രക്തം കട്ട പിടിക്കണ നോക്കാൻ വേണ്ടിട്ട്. അത് ഞാൻ അറിഞ്ഞി. അത് ഒരു വാക്സിന്റെ കുഴപ്പമല്ല, അത് ചതിയാണ്. ദൈവം കൊടുത്ത ശിക്ഷ. എന്തിന്? ഓനെ ചതിച്ചാണ്. ഓൻ എന്നെയും കൂട്ടി പെണ്ണെ കാണാൻ പോയി. പക്ഷെ ആ പെണ്ണിനെ ഓൻ തട്ടിയെടുക്കാൻ നോക്കി. എന്നാ കല്യാണം നടക്കില്ല. അതറിഞ്ഞ നീ? അത് നടക്കില്ല. അറിഞ്ഞില്ലേ? കല്യാണം നടക്കൂല. വാക്സിനേഷൻ എടുത്ത ചെക്കനെ പെണ്ണിന്റെ വീട്ടുകാർക്ക് മാണ്ടാന്ന്. സത്യം, പെണ്ണ് കൊടുക്കില്ല. മന്മഥൻ, ഇതെല്ലാം നോർമലാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നണത് മന്മഥേട്ടന്റെ തോന്നലാന്നാ. അത് ആ വാക്സിൻ എടുത്തവർക്ക് ഇങ്ങനെ രക്തം കട്ട പിടിക്കും, പ്ലേറ്റ്ലെറ്റ് കുറയുന്നൊക്കെ വാർത്തയൊക്കെ വന്നില്ലേ? നമ്മുടെ പ്രദേശത്ത് തന്നെ കുറെ ചെറുപ്പക്കാരൊക്കെ ഇപ്പം മരിച്ചു ഡോക്ടറെ, ഈ വാക്സിൻ എടുത്തതിൻ്റെ ഒക്കെ. അപ്പൊ അത് വലിയ പ്രശ്നമാണെന്നാണ് ഇങ്ങനെ പൊതുവെ. വാക്സിൻ എടുത്തത് കൊണ്ടാണ് ഈ മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളതെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഏത് മരുന്ന് കഴിച്ചാലും അതിന് പാർശ്വഫലങ്ങളുണ്ട്. ഇപ്പോൾ പാരസിറ്റമോൾ പനി വന്നു കഴിഞ്ഞാൽ ആളുകൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് വാങ്ങി കഴിക്കുന്നില്ലേ? മിഠായി കഴിക്കുന്നത് പോലെയാണ് ആളുകൾ കഴിക്കുന്നത്. അത് നല്ല പാർശ്വഫലമുണ്ട്. അപ്പോൾ വാക്സിൻ എടുത്തിട്ടാണ് ഇതുപോലുള്ള മരണങ്ങൾ സംഭവിക്കുന്നത്, കുഴഞ്ഞു വീണ് മരിക്കുന്നത് എന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല. അതൊക്കെ വെറുതെ ആളുകൾ ഊഹാപോഹങ്ങൾ പറയുന്നതാണ്. ഡോക്ടറെ, ഈ കോവിഡ് വരാത്തവരും വാക്സിൻ എടുത്ത ആൾക്കാരുണ്ടല്ലോ, അതിൽപ്പെട്ടവരും അറ്റാക്ക് വന്ന് മരിച്ചതായിട്ട് കേട്ടിരുന്നു. അതൊന്നും ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ കോവിഡ് വന്നിട്ടില്ല എന്നുള്ളത് ഒരാൾക്ക് അങ്ങനെ സ്ഥിരീകരിച്ച് പറയാൻ കഴിയില്ല. അയാൾക്ക് കോവിഡൊക്കെ വന്നിട്ടുണ്ടാവും. എല്ലാ ആളുകൾക്കും അതിന്റെ സിംറ്റംസ് കാണിക്കണം എന്നില്ല. ചില ആളുകൾക്ക് കാണിക്കും, ചില ആൾക്ക് കാണിക്കില്ല. അത്രേ ഉള്ളൂ. ഇത് ഇപ്പോൾ ഈ വാക്സിൻ വരുന്നതിന് മുമ്പേ ആളുകൾ അറ്റാക്കായിട്ട് മരിച്ചിട്ടില്ലേ? ഇപ്പോൾ നിങ്ങളുടെ അറിവിലേക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ ഈ അപ്പനപ്പൂപ്പന്മാരുടെ കാലത്ത് എന്തെല്ലാം അസുഖങ്ങളുണ്ടായിരുന്നു. പോളിയോ, വസൂരി, വില്ലൻ ചുമ, മലേറിയ, ഈ വക അസുഖങ്ങൾ ഇപ്പം ഉണ്ടോ? എന്തല്ലാത്തത്? അത് വാക്സിനേഷൻ കൊണ്ടാണ്. വാക്സിനേഷൻ കണ്ടുപിടിച്ചു എന്നുള്ളതും അത് ഫലപ്രദമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ടാണ് ആ അസുഖം ഭൂലോകത്ത് നിന്ന് നമ്മൾ തുടച്ചു നീക്കിയത്. അത് ശാസ്ത്രത്തിന്റെ വളർച്ചയാണ്. അതല്ല ഡോക്ടറെ, ഏതോ മരുന്ന് കമ്പനിക്കാര് ഇങ്ങനെ വാക്സിന്റെ പ്രശ്നം ഉണ്ടെന്ന് അവര് സമ്മതിച്ചു എന്നൊക്കെ ആയിരുന്നു വാർത്ത. മരുന്നിന് സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന്. അതെന്താണെന്നറിയാമോ? അത് ആസ്ട്രാസെനക്ക എന്ന് പറയുന്ന ഒരു മരുന്ന് വിതരണ കമ്പനി ബ്രിട്ടീഷ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഒരു അഫിഡവിറ്റിൽ പറയുന്ന കാര്യം. അതാണ് ഈ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. ആളുകൾ അറ്റാക്ക് വരുന്നു, മരിക്കുന്നു എന്നൊക്കെ പറയുന്നത്. ഇതൊന്നും ഇപ്പോൾ അവർ പറഞ്ഞിട്ടില്ല.
ഒരു മരുന്ന് കമ്പനിയും ആളുകൾ അറ്റാക്ക് വന്ന് മരിക്കുന്നതും അല്ലാതെ മരിക്കുന്നതൊന്നും ഒക്കെ ഈ മരുന്ന് ഉപയോഗിച്ചത് കൊണ്ടാണ് എന്ന് ഒരു കമ്പനി പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഈ വാക്സിൻ വിരോധികളായിട്ടുള്ള ആളുകൾ പറഞ്ഞു വരുത്തുന്നതാണ്. പിന്നെ ഈ കോവിഡ് വന്നിട്ട് ലോകമാകെ സ്തംഭിച്ചു നിൽക്കുന്ന സമയത്ത് ഈ വാക്സിൻ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ എന്താണ്? അതാലോചിച്ച് നോക്കിയിട്ടുണ്ടോ? മരണനിരക്ക് ഒരു വലിയ പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടില്ലേ? ഈ അസുഖത്തിനെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ലേ? അപ്പം നമ്മൾ പരസ്പരം ഇരുന്ന് സംസാരിക്കുന്നില്ലേ? മുമ്പ് അതിന് പറ്റിയിരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. വാക്സിൻ്റെ ആ ഗുണത്തെ നമ്മൾ കാണാതെ പോകില്ല.